എന്റെ ദൈവമേ, എന്റെ നാഥ, എന്നെ നിരന്തരം അലട്ടുന്ന, ശ്വാസം മുട്ടിക്കുന്ന എല്ലാ ഭയങ്ങളെയും ഉത്കണ്ഠകളെയും ഞാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി, പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ വഴി അങ്ങയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. എന്റെ ബുദ്ധിക്കും എന്റെ കഴിവിനും അപ്പുറമുള്ള കാര്യങ്ങളെ ഓർത്ത് ഞാൻ ഇനി ഭയപ്പെടുകയില്ല, ഞാൻ ഇനി ഭാരപ്പെടുകയില്ല. എന്റെ ജീവിതത്തെക്കുറിച്ചുള്ള അങ്ങയുടെ പദ്ധതികൾ എപ്പോഴും നന്മയ്ക്കുള്ളതാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. തളർന്നുപോയ എന്റെ ഹൃദയത്തിന് അങ്ങയുടെ ദിവ്യമായ ലോകത്തിന് നൽകാൻ കഴിയാത്ത ആ വലിയ സമാധാനം നൽകി എന്നെ അനുഗ്രഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടിയും അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ പക്കൽ മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളെ എല്ലാവരെയും എല്ലാ തിന്മകളിൽ നിന്നും, ബന്ധനങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും, ദുഃഖങ്ങളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും, പരാജയങ്ങളിൽ നിന്നും, ചതിക്കുഴികളിൽ നിന്നും സംരക്ഷിച്ച് അമ്മയുടെ നീല അങ്കികൊണ്ട് ഞങ്ങളെ പൊതിയണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളെ സംരക്ഷിക്കണമേ. പരിശുദ്ധ മാതാവേ, അങ്ങേ പുത്രന്റെ പക്കൽ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ദൈവാനുഗ്രഹം എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ.